കൂടി സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രശസ്ത ഓൺലൈൻ പത്രപ്രവർത്തകനായ മാത്യു സാമുവേൽ എന്ന വ്യക്തിയെക്കുറിച്ചാണ്. ഇദ്ദേഹം വർഗീയതയും പക്ഷപാതിത്വവും ഇരട്ടത്താപ്പും കളവും പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ സത്യവും അസത്യവും കൂടിച്ചേർന്നിട്ടുള്ളവയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു വിഷയം, കഴിഞ്ഞ ദിവസം ഇതിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണം കടന്നു വരാനിടയായി. ഇദ്ദേഹം മുസ്ലിങ്ങളുടെ പണ്ഡിത സഭയായിട്ടുള്ള സമസ്തകൾ, കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഔദ്യോഗിക പണ്ഡിത സഭകളായിട്ടുള്ള സമസ്തയുടെ ചില നിലപാടുകളെക്കുറിച്ച് ഇദ്ദേഹം വിമർശനാത്മകമായി പ്രതികരിക്കുകയാണ്. ഇദ്ദേഹം പറയുന്നത്, സുംബ ഡാൻസ് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഇന്ന് പല സ്ഥലങ്ങളിൽ നടക്കുന്ന ഈ വ്യായാമം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചില നൃത്ത പരിപാടികൾ അത് ഇസ്ലാം വിരുദ്ധമാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ ചാക്ക് തലയെ കെട്ടിവെക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തുന്നത്. അതായത് മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും കടന്നാക്രമിക്കുന്ന രൂപത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ. അപ്പോൾ ചാക്ക് എന്നുദ്ദേശിക്കുന്നത് ഈ പർദ്ദ ധരിക്കുന്ന വസ്ത്രധാരണ രീതിയാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എല്ലാ മതവിഭാഗക്കാരും, ക്രിസ്ത്യാനികളും യഹൂദരും എല്ലാവരും പർദ്ദ പോലത്തെ വസ്ത്രധാരണം നടത്തുന്നവരാണ്. ഓർത്തഡോക്സ്, അൾട്രാ ഓർത്തഡോക്സ് യഹൂദരും ക്രിസ്ത്യാനികളും പർദ്ദ ധരിച്ച് ജീവിക്കുന്നവരാണ്. അപ്പം ഇതിനോടുള്ള വിരോധം എന്ന് പറയുന്നത് തീർച്ചും പൈശാചികമാണ്. അതായത് പാരമ്പര്യമായിട്ടുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും, അത് ഏത് മതമായിക്കൊള്ളട്ടെ, അതിനോടുള്ള അന്ധമായ വിരോധം അത് പൈശാചികമാണ്. അത് എതിർക്കപ്പെടേണ്ടതാണ്. ഇത്തരം ഇല്യൂമിനാറ്റി പത്രപ്രവർത്തകർ നമ്മുടേതല്ല, പിശാചിൻ്റെ മാത്യു സാമുവൽ പോലത്തെ പത്രപ്രവർത്തകരെ ബഹിഷ്കരിക്കേണ്ടതും ജനങ്ങളുടെ ഒരു ബാധ്യതയാണ്. കാരണം ഇത്തരം ആളുകൾ തടിച്ചു കൊയ്ക്കുന്നത് ജനങ്ങളുടെ വിവരക്കേടിൽ നിന്നും, അതേപോലെ അവരുടെ ആത്മീയമായിട്ടുള്ള ദാരിദ്ര്യത്തിൽ നിന്നുമാണ് ഇത്തരം പുഴുക്കൾ വളർന്നു വരുന്നത്. കാരണം ജനങ്ങൾ ആത്മീയവും വിദ്യാഭ്യാസമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അവർക്ക് ഇന്ന് ഒരു സിലബസിനനുസരിച്ചുള്ള പാഠ്യപദ്ധതി, അതായത് ഗവൺമെൻറ് അംഗീകൃത പാഠ്യപദ്ധതിക്ക് അനുസരിച്ചുള്ള അക്കാദമികമായിട്ടുള്ള വിവരമേ ഉള്ളൂ. അവർ അധ്യാത്മീയമായിട്ടും ആത്മീയമായിട്ടും കമ്പാരിറ്റീവ് പഠനങ്ങൾ, അതായത് താരതമ്യ പഠനത്തിലൊന്നും അവർക്ക് വലിയ അറിവില്ല, അത് പ്രാഗൽഭ്യവുമില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറക്ക്. അപ്പം ഇഗ്നറൻസ്, അജ്ഞത പ്രചരിപ്പിച്ചുകൊണ്ടാണ് മാത്യു സാമുവേലിനെ പോലത്തെ ആളുകൾ ഓൺലൈനിലും മറ്റും പ്രശസ്തരായി തടിച്ചു കൊഴുക്കുന്നത്. ബിക്കമിങ് ഫാറ്റ് പിഗ്സ്, അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഇവിടെ റെക്കോർഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളോടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഡാൻസിനെ കുറിച്ച്, നൃത്തത്തെക്കുറിച്ച് ഈ ക്രിസ്ത്യൻ സന്യാസി വര്യന്മാർ അവരെന്ത് പറയുന്നു എന്ന് നോക്കാം. സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റം അദ്ദേഹം എന്ത് പറയുന്നു? അദ്ദേഹം 340 കറണ്ട് ഇയർ AD 340 സമയത്ത് ആന്റിയോക്യൻ റോമൻ കാലഘട്ടത്തിൽ അന്ത്യോക്യയിൽ ജീവിച്ച ആളാണ്. ആന്റിയോക്ക്, ഇന്നത്തെ സിറിയ. അദ്ദേഹം ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച്, കാത്തലിക് ചർച്ച്, ഓറിയന്റൽ ഓർത്തഡോക്സ്, ചർച്ച് ഓഫ് ദ ഈസ്റ്റ്, ആംഗ്ലിക്കൻ കമ്മ്യൂണിയൻ, ലൂതറനിസം എന്നീ ചർച്ചുകളിൽ ബഹുമാനിക്കപ്പെടുന്ന, വെനറേഷൻ ചെയ്യപ്പെടുന്ന വ്യക്തിയാണ്. അതേപോലെ സെയിൻറ്റ് എഫ്രാഹിം ഓഫ് സിറിയക്കാരനായിട്ടുള്ള സെൻറ്റ് എഫ്രാഹിം, അദ്ദേഹം 306 AD ജനിച്ച് 373 AD മരണപ്പെട്ട ആളാണ്. അദ്ദേഹത്തെയും കാത്തോലിക് ചർച്ചും ഈസ്റ്റേൺ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചുകളും കാത്തോലിക് ചർച്ചുകളും അസീരിയൻ ചർച്ച് ഓഫ് ദ ഈസ്റ്റ് കിഴക്കൻ സഭകളും ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചുകളും ആംഗ്ലിക്കൻ ചർച്ചുകളും ബഹുമാനിക്കുന്ന ആളാണ്. ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ആളാണ് എഫ്രാഹിം ദ സിറിയൻ. അപ്പോൾ ഇവരെന്താണ് പറയുന്നത് ഈ ഡാൻസ് കളിയെക്കുറിച്ച് എന്നുള്ളത് നമുക്ക് നോക്കാം.
ലോകത്ത് ഇന്ന് ഇസ്ലാമിനെ കടന്നാക്രമിക്കുന്ന ക്രിസ്ത്യൻ, അതായത് പരിശുദ്ധാത്മാവ്, ജ്ഞാനത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും സത്യത്തിൻ്റെയും ഒക്കെ ആത്മാവുണ്ടെന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യൻ വലതുപക്ഷ സംഘടനകളും സെക്യുലർ ആൻറ്റി ഇസ്ലാം, ആൻറ്റി ട്രഡീഷൻ പത്രപ്രവർത്തനമായിട്ടുള്ള മാത്യു സാമുവേലൊക്കെ പോലത്തെ നാലാംകിട ജനങ്ങൾ, നേതാക്കന്മാർ അവരെന്താ പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അവർക്ക് പറഞ്ഞു കൊടുക്കാം ഈ പണ്ഡിതന്മാർക്ക് ഇവരോട് എന്താ പറയാനുള്ളതെന്ന്. ക്രിസ്ത്യൻ പണ്ഡിതന്മാരായിട്ടുള്ള സെൻറ്റ് എഫ്രാഹിം സിറിയൻ, സെൻറ്റ് ജോൺ ക്രിസോസ്റ്റോം അവരെന്താണ് പറയുന്നതെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക പേജുകളിൽപ്പെട്ട ഒരു പേജാണ്, ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി. ഓർത്തഡോക്സിൽ സെക്കുലറൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഇതിനടുത്തൊരു ലേഖനം എഴുതി. അതിൽ ഒരു ചർച്ചിലൊരു പാസ്റ്റർ ഒരു പ്രീസ്റ്റ് ഡാൻസ് കളിക്കുന്നതാണ് ഈ വീഡിയോയുടെ. അതായത് ഒരു ഓർത്തഡോക്സ് പ്രീസ്റ്റ് ഡാൻസിൽ പങ്കെടുക്കുന്നത്. ആഫ്രിക്കക്കാരുടെ ഡാൻസാണ് സുംബ ഡാൻസ്. അപ്പോൾ അവർ ഡാൻസ് കളിക്കുകയാണ് ചർച്ചിൽ. ഇത് ഓർത്തഡോക്സ്, ഇത് ക്രിസ്ത്യൻ മതത്തിൻ്റെതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റൂടെ. ദ ട്രബിളിംഗ് പ്രാക്ടീസ് ഇൻ ആഫ്രിക്കൻ ചർച്ചിലെ മോശപ്പെട്ട ഒരു പ്രവർത്തനമായിട്ടാണ് ഇവരെ കാണുന്നത്. ഓർത്തഡോക്സ് ചർച്ചിൻ്റെ അകത്ത് മെട്രോപൊളിറ്റൻ ഓഫ് കെനിയ മക്കാരിയോസിൻ്റെ നേതൃത്വത്തിൽ ഡാൻസ് കളിക്കുന്നു. അതായത് ലോകത്തിലെ ജനങ്ങളുടെ എക്സ്പ്രഷനാണ് ഇത്തരം ഡാൻസുകൾ. ഇത് ഹോളി ചർച്ചിൻ്റെ അകത്ത് അനുവദനീയമല്ല എന്നാണ് പറയുന്നത്. ഇത് അനുവദിക്കാൻ പറ്റുന്നതല്ല എന്നാണ് ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പേജ് പറയുന്നത്. അതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന വചനങ്ങൾ 1 കൊറിന്ത്യൻസ് 14 അധ്യായം 40 വചനത്തിൽ പറയുന്നത് എല്ലാം ഡീസൻ്റായിട്ട് ഓർഡറിൽ ചെയ്യണമെന്ന്. എല്ലാ മനുഷ്യരും തങ്ങളുടെ കാര്യങ്ങൾ ഡീസൻ്റ് ഓർഡറിലായിട്ട് ജീവിക്കണം. സെൻറ്റ് ജോൺ ക്രിസോസ്റ്റമോസ് പറയുന്നത് നിങ്ങളുടെ മകൻ്റെ വിവാഹം ഫ്ലൂട്ട്, ലിറിക്സ്, ഡാൻസ് ഇതൊന്നും പാട്ടും കൂത്തുമായി നിങ്ങൾ ആഘോഷിക്കാൻ പാടില്ല. For it is most improper that such a bridegroom be dishonored with such entertainment. അത്തരം ഒരു പുതിയാപ്പിള, അതായത് വരൻ എന്ത് സംഭവിക്കും? അവന് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നാണം കെട്ടൊരവസ്ഥയാണ് ദൈവത്തിൻ്റെ മുന്നിൽ ഉണ്ടാകുക. ഇത്തരം എൻ്റർടൈൻമെൻറ്റ്, ഇത്തരം വിനോദങ്ങളിൽ ഏർപ്പെട്ടാൽ അവന് ദൈവത്തിൻ്റെ തിരുസഭയുടെ മുന്നിൽ നാണം കെട്ടവനാണെന്നാണ് പറയുന്നത്. സെൻറ്റ് എഫ്രാഹിം സിറിയൻ പറയുന്നത് നീ ഡാൻസ് കളിക്കുന്നവൻ അത് ചേത്താൻ്റെ കാൽപ്പാടാണ് ഡാൻസ് കളിക്കുന്നത്. ബി അഷെയിംഡ് ആൻഡ് സീസ് ദീസ് ഐഡലേറ്റർസ് ആൻഡ് ഗോഡ്ലെസ് ഫ്രൻസി. ഇത്തരം ദൈവത്തിൻ്റെ യാതൊരുവിധ സ്തുതികളും സ്തോത്രങ്ങളും ഇല്ലാത്ത ഇത്തരം ഐഡലേറ്ററായിട്ടുള്ള, അതായത് ബിംബാരാധനായിട്ടുള്ള ഇത്തരം പ്രവർത്തികൾ, അതായത് ഗോഡ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസ്തികമും, ഐഡലേറ്ററസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിംബാരാധന, ദൈവനിഷേധം, സത്യനിഷേധം. അതിനെക്കുറിച്ച് നീ ലജ്ജിക്കുക. ബി അഷെയിംഡ് ആൻഡ് സീസ് ദീസ്. അതിനെക്കുറിച്ച് നീ ലജ്ജിക്കുകയും ഇത്തരം ആട്ടും കൂത്തും പാട്ടും നീ അവസാനിപ്പിക്കുകയും ചെയ്യുക. ഡാൻസിങ് ഈസ് നോട്ട് എ മാർക്ക് ഓഫ് ക്രിസ്ത്യൻസ്. അതായത് ഡാൻസ് ആടൽ, കൂത്താടൽ ക്രിസ്ത്യാനിയുടെ സംസ്കാരമല്ല എന്നാണ് സെൻറ്റ് എഫ്രാഹിം ദ സിറിയൻ പറയുന്നത്. ഓർത്തഡോക്സ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പേജിലാണ് ജൂൺ 21 ഇത് കൊടുക്കുന്നത്. അപ്പം മാത്യു സാമുവേലിന് ഓർത്തഡോക്സ് സഭക്കാർ ചെക്ക് വെക്കുകയാണ്. മുസ്ലിങ്ങളൊരു കാര്യം പാടില്ല എന്ന് പറയുമ്പോൾ അത് വലിയ ഇസ്ലാമിക 6-ാം നൂറ്റാണ്ടിലെ അത് ആന, കുതിര, ഒട്ടകം, മയിൽ എന്ന് പറയാം. അത് ഇസ്ലാമിൻ്റെ കാർക്കശ്യമാണ്, ഭീകരതയാണ്, തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. ക്രിസ്ത്യാനികളുടെ തീവ്രവാദം ആരും എവിടെയും കാണുന്നില്ല എന്നുള്ളത് രണ്ടാംകിട മാധ്യമപ്രവർത്തകരും വിവരവും വിദ്യാഭ്യാസവും ക്രിസ്ത്യൻ സംസ്കാരവും തൊട്ട് തീണ്ടാത്ത ആധുനിക ക്രിസ്ത്യൻ നേതൃത്വവും അവർ ഇസ്ലാമിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. മുസ്ലിങ്ങളെ വളഞ്ഞിട്ട് നീതിപൂർവമല്ലാതെ ആക്രമിക്കുകയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെയും നീതിയുടെയും ജ്ഞാനത്തിൻ്റെയും ഒക്കെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്.
ക്രിസ്തു ലോകങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ഞാൻ അവനിൽ നിറയ്ക്കും. യെശയ്യാവിൻ്റെ 42-ാം അധ്യായം. അവൻ ലോകത്തുള്ള നാനാജാതികൾക്കും നീതി നൽകുമെന്നാണ് പറഞ്ഞത്. നീതി നൽകാത്ത ക്രിസ്ത്യൻ സഭകളും നീതിപൂർവ്വം മുസ്ലിങ്ങളെയും ഇതര മതക്കാരെയും നോക്കിക്കാണാത്ത ഇരട്ടത്താപ്പും കാപട്യവും നിറഞ്ഞുകൊണ്ട് മാത്രം ഇസ്ലാമിനെ വിമർശിക്കുന്ന ക്രിസ്ത്യൻ ഇതര സഭകളും അവർ എന്ത് ചെയ്യണം? അവർ ലജ്ജിക്കുക. അപ്പം ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ സംഘടനകൾക്കൊക്കെ ഈ അപജയങ്ങൾ വന്നിട്ടുണ്ട്. അത് ഓർത്തഡോക്സ് സഭയും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയെ ആരും ചെയ്യുന്നില്ല, വളഞ്ഞിട്ട് ആക്രമിക്കുന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ ഇസ്ലാമിനെ വളഞ്ഞിട്ട് ആക്രമിക്കും. കാരണം അതിന് പ്രത്യേക ഒരു സുഖമാണെന്ന്. അത് മാർക്കറ്റുണ്ട്. ക്രിസ്തീയ സെൻറ്റ് ഇഫ്രാഹിം സിറിയനെയോ സെൻറ്റ് ജോൺ ക്രിസോസ്റ്റമിൻ്റെയോ ഒന്നും അധ്യാപനങ്ങളെയും അതിൻ്റെ ആളുകളെയും ഓർത്തഡോക്സ്, കാത്തോലിക്, ഓറിയൻ്റൽ ഓർത്തഡോക്സ്, ആംഗ്ലിക്കൻ അവരെയൊന്നും വിമർശിക്കാൻ എന്തില്ല, ഇന്ന് മാർക്കറ്റ് കിട്ടൂല. അതിനൊന്നും പ്രത്യേക ശ്രദ്ധയോ അല്ലെങ്കിൽ ജനശ്രദ്ധയോ നേടി യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാക്കാനോ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനോ പറ്റില്ല. പക്ഷേ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ, മുസ്ലിങ്ങളെ ആക്രമിക്കുമ്പോൾ എന്ത് കിട്ടും? മാർക്കറ്റ് കിട്ടും. നല്ല മാർക്കറ്റിങ്ങും രാഷ്ട്രീയവും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ലഭിക്കും, സാമൂഹിക നേട്ടങ്ങൾ ലഭിക്കും, സമൂഹത്തിൽ അധികാരം പതിയെ കിട്ടും. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കളിയാണ് മാത്യു സാമുവൽ കളിക്കുന്നത്. മാത്യു സാമുവലിന് ഒരു പുതിയ TV ചാനലുകളോ ഒരു വലിയൊരു മാധ്യമ പ്രവർത്തനമൊക്കെ നടത്തി വലിയൊരാളാവാൻ താല്പര്യമുണ്ട്. പക്ഷെ മാത്യു സാമുവലിനെ പോലത്തെ ആൻറ്റി ക്രൈസ്റ്റ് ആയിട്ടുള്ള മാത്യു സാമുവലിനെ പോലത്തെ ആളുകളാണ് ഇന്ന് ക്രിസ്ത്യാനികളാണെന്ന് പറയുന്ന കപടവിശ്വാസികൾക്കും വേദവാക്യം. അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ അസ്തിത്വവും ഐഡൻറ്റിറ്റിയും ദൈവിക വിശ്വാസവും പാരമ്പര്യമായിട്ടുള്ള ദൈവിക ജ്ഞാനവും ദൈവികമായിട്ടുള്ള വിധിവിലക്കുകളും ഈ ഇസ്ലാമിക അതല്ലെങ്കിൽ പാരമ്പര്യ ക്രിസ്ത്യൻ സംസ്കാരങ്ങളൊന്നും വിട്ടുകളിക്കേണ്ട ആവശ്യം യഥാർത്ഥ ക്രിസ്ത്യാനിക്കോ യഥാർത്ഥ മുസ്ലിമിനോ ഇല്ല. പക്ഷെ ഇതൊക്കെ വിട്ടുകളിച്ച് രാഷ്ട്രീയ ലാഭവും മറ്റുള്ള നേട്ടവും കൊയ്യാൻ നടക്കുന്ന വ്യാജ ശിഷ്യന്മാരും വ്യാജ വിശ്വാസികളുമായിട്ടുള്ള ആളുകളും മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. വ്യാജ സുവിശേഷത്തിൻ്റെ ആളുകളും അത്തരം ആളുകൾക്കാണ് മതത്തെയും മതവിശ്വാസങ്ങളെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് സമൂഹത്തിൽ ഛിദ്രതയും വെറുപ്പും വിദ്വേഷമൊക്കെ വളർത്തി അതിൽ നിന്ന് നേട്ടം കൊയ്യുക. കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുക, ചളിവെള്ളത്തിൽ മീൻ പിടിക്കുക, വെള്ളം കലക്കിയിട്ട് അതായത് ചളി കൊണ്ടാക്കിയിട്ട് അതിൽ മീൻ പിടിക്കുക. തെളിഞ്ഞ വെള്ളത്തിൽ മീൻ പിടിക്കാൻ പാടാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമൂഹത്തെ കുഴപ്പമുണ്ടാക്കുന്ന മാധ്യമ പ്രവർത്തനമായിട്ടുള്ള ഈ നപുംസകങ്ങളെ, മാത്യു സാമുവലിനെ പോലത്തെ നപുംസകങ്ങളെ സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക. മാത്യു സാമുവലിനെ പോലത്തെ വിഡ്ഢികളുടെ ബ്രെയിൻ വാഷിങ്ങിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യരുത്. നിങ്ങളുടെ വിശ്വാസവും ആത്മീയതയും നിങ്ങളുടെ കുലീനതയില്ലാത്ത ആളുകൾക്ക് പലതും പ്രസംഗിച്ച് ജനങ്ങളെ മൊത്തം അണ്ടർവെയറിൽ നടത്തിക്കുക. ഇന്നിപ്പം ലോകത്തുള്ള സോഷ്യൽ മീഡിയയിൽ മൊത്തം എല്ലാവരും അണ്ടർവെയറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അണ്ടർവെയർ ഇടാത്തൊരു വീഡിയോ റീൽസ് ചെയ്യുന്നൊരു കാലം വരും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മതമേലധ്യക്ഷന്മാരുടെ ബാധ്യതയാണ് സത്യം സംരക്ഷിക്കുക. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വലാ തത്തിബയ്യു ഖുതുബാത്ത് ശൈത്താൻ, നിങ്ങൾ ശൈത്താൻ്റെ കാൽപ്പടികൾ പിന്തുടരുതെന്നും. അപ്പം ഡാൻസ് കളി ശൈത്താൻ്റെ കാൽപ്പടിയാണെന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ക്രിസ്തീയ സന്യാസിമാരായിട്ടുള്ള സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം, സെൻറ്റ് ഇഫ്രാഹിം ഡമാസ്കസും അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. അത് ഇസ്ലാമിക വീക്ഷണം മാത്രമല്ല, അത് ക്രിസ്ത്യൻ സന്യാസിവര്യന്മാരും ക്ലാസിക്കൽ ക്രിസ്ത്യൻ പണ്ഡിതന്മാരും അംഗീകരിച്ച കാര്യമാണ്. ഇത്തരം ഡാൻസുകൾ അതിൽ ദൈവസ്തോത്രമോ അതല്ലെങ്കിൽ ദൈവഭക്തിയോ ഒന്നുമില്ലാത്ത, ഒരു കുലീനത്വവും ഇല്ലാത്ത ഇത്തരം ഡാൻസും പാട്ടും കൂത്താട്ടത്തിനൊന്നും എന്തില്ല, മതത്തെ സ്ഥാനമല്ല. പക്ഷേ മതത്തിൽ അനുവദീയമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ചില ഡാൻസുകളും പാട്ടുകളും പ്രാർത്ഥനാ ഗീതങ്ങളൊക്കെ ഉണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവദനീയമാണ്. കാരണം അത് എന്ന് പറഞ്ഞത് അതിൻ്റെ ഉദ്ദേശം വേറെയാണ്. അത് ആധ്യാത്മികമാണ്, ആത്മീയതയാണ് അതിൻ്റെ ഉദ്ദേശം, അല്ലാതെ ഭൗതികമായിട്ടല്ല. ഒരാൾക്കിപ്പം വ്യായാമം ചെയ്യേണ്ട നിർബന്ധമാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം മാതാപിതാക്കളെ സഹായിക്കാം, വീടൊക്കെ തൂത്തുവാരി അടിച്ചു വൃത്തിയാക്കി
പുരുഷനും സ്ത്രീയും എല്ലാവരും വീടൊക്കെ പൊടിയൊക്കെ തട്ടി അടിച്ച് വൃത്തിയാക്കി തറയിലൊക്കെ ഇരുന്ന് കാൽമുട്ട് തറയിൽ ഇരുന്നിട്ട് ഈ ഒരു നനഞ്ഞ തുണി കഷ്ണം കൊണ്ട് നിലം തുടയ്ക്കുമ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന അതേ എക്സ്പീരിയൻസ് ആണ്, കാർഡിയോ ചെയ്യുന്ന അതേ എക്സ്പീരിയൻസ് കിട്ടും. രണ്ട് കൈ നിലത്ത് ഒരു തുണി കഷ്ണത്തിൻ്റെ മുകളിൽ വെച്ച് നിലം ഇങ്ങനെ ഉരച്ച് കഴുകുന്നത്, അല്ലെങ്കിൽ സ്ക്രബ്ബർ കൊണ്ട് നിലം കഴുകുന്നതൊക്കെ കാർഡിയോ വർക്കൗട്ട്. പിന്നെ അത്യാവശ്യം വീട്ടിലിരുന്നുകൊണ്ട് കുറച്ച് പുഷപ്പും പുള്ളപ്പും സിറ്റപ്പും ഒക്കെ ചെയ്യാം. ഈ പബ്ലിക്കായിട്ട് ഗ്രൂപ്പ് ഡാൻസ് ചെയ്യേണ്ട ആവശ്യമില്ല എക്സസൈസിന്. വീട്ടിലിരുന്നുകൊണ്ട് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും എക്സസൈസ് ചെയ്യാം. ഈവനിങ് പ്രഭാത നടത്തത്തിനോ പ്രദോഷ നടത്തത്തിനോ പോകാം. അത്യാവശ്യം വ്യായാമങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുള്ള തോന്നിവാസങ്ങളാണ് ഈ ഗ്രൂപ്പായിട്ട് സ്കൂളിൽ ഡാൻസും കൂത്തും നടത്തി എക്സസൈസിൻ്റെ പേരിൽ നടത്തുന്നത്. സുംബ ഡാൻസൊക്കെ ഡെമോണിക് വർഷിപ്പാണെന്നുള്ള ധാരാളം അഭിപ്രായങ്ങൾ ക്രിസ്ത്യൻ പണ്ഡിത നേതൃത്വങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത്തരം ഡാൻസുകളിൽ ഏർപ്പെടുന്നവരിൽ ഡിമോണിക് ഇൻഫെസ്റ്റേഷൻ നടക്കാനുള്ള സാധ്യത, പൈശാചികമായിട്ടുള്ള ഇൻഫെസ്റ്റേഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നും ധാരാളം ഈ എക്സോസിസ്റ്റുകൾ, ക്രിസ്ത്യൻ എക്സോസിസ്റ്റുകൾ വരെ പ്രഭാഷണം നടത്തി അവർ തെളിയിച്ചിട്ടുണ്ട്. അവർ പല എക്സോസിസം പ്രവർത്തനങ്ങളിൽ അതിനുള്ള തെളിവുകൾ അവർ നടത്തിയിട്ടുണ്ട്. പിശാചിൽ നിന്ന് കേട്ടത് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഇന്ത്യ ആണല്ലോ യോഗയുടെയും എക്സസൈസിൻ്റെ ഒക്കെ സ്ഥലം. എന്തുകൊണ്ട് പാരമ്പര്യമായിട്ടുള്ള ഈ എക്സസൈസ് ഇന്ത്യയെ പ്രചരിപ്പിക്കുന്നില്ല? പിന്നെ ഈ ഇത്രയും കാലം നാട്ടിലുള്ള ആളുകൾ എക്സസൈസ് ചെയ്യാതാണ് നടന്നത്. കുട്ടികൾ രാവിലെ സ്കൂളിൽ നടക്കാൻ പോകുന്നുണ്ട്, തിരിച്ച് നടക്കുന്നുണ്ട്. വീട്ടിലെത്തിയാൽ ധാരാളം വ്യായാമങ്ങൾ ചെയ്യാം. വീടിൻ്റെ ടെറസിൽ നിന്നോ ഒക്കെ എക്സസൈസ് ചെയ്യാം. പല സൗകര്യങ്ങളുണ്ട് എക്സസൈസ് ചെയ്യാൻ. അപ്പം ട്രഡീഷണലായിട്ടുള്ള ധാരാളം വ്യായാമങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ജിംനേഷ്യങ്ങളുണ്ട്, ധാരാളം ജിംനേഷ്യങ്ങളുണ്ട്. അവിടെ എക്സസൈസ് ചെയ്യാം. സ്ത്രീകൾക്ക് മാത്രമുള്ള ജിംനേഷ്യം ഉണ്ട്. അതേപോലെ സ്ത്രീകൾക്ക് മാത്രം സമയം നിശ്ചയിച്ചിട്ടുള്ള ജിംനേഷ്യം ഉണ്ട്, പ്രത്യേകിച്ച് ഒരു ഹവേഴ്സ്. ഇതൊക്കെയുള്ളപ്പോൾ സ്കൂളിൽ നിന്നൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെയൊരു ഡ്രാമ ആവശ്യമില്ല. അതിനർത്ഥം മൗലാ കോഗ്നിഷൻ കേരളത്തിലെ പണ്ഡിത സഭ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നു എന്നുള്ളതിന് അതിനർത്ഥമല്ല. മൗലാ കോഗ്നിഷൻ പണ്ഡിത സഭകളോട് വിയോജിപ്പ് കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ശരി, ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.